ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് രുചിക്കുട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് ഇത്രയും കോഴിയുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം നമ്മളൊരു മുട്ട എടുക്കും. മുട്ട കൊണ്ട് ഒരു 2 സ്പൂൺ കോൺ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് നമുക്ക് നിട്ട് ഒരു ശകല ഉപ്പ് എന്നിടാം. അതിട്ടിട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കി അതൊന്ന് യോജിപ്പിക്കും. നമ്മൾ വേണ്ട ഇത്ര എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ കുറച്ച് ഇടാം. അത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇളകി ഇത് ഞാൻ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് പീസല്ല, എല്ലില്ലാത്ത പീസ് നോക്കി ഞാൻ എടുത്തേക്കുന്നത്. അത് എല്ലുള്ള പീസാണെങ്കിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്കൊന്നും കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആ കോഴിയുടെ എല്ലില്ലാത്ത ഭാഗം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇറച്ചി മാത്രം, മാംസം മാത്രം. നല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മൂപ്പ് നോക്കണ്ട, ഒരു മുക്കാൽ ഭാഗം കട്ടിയാവരുത്. അത് നമ്മൾ കോരി എൻ്റെ തൊട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നമ്മൾ സോസ് പാൻ വെച്ച് അതൊന്ന് ചൂടായി. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ടേസ്റ്റിലാണെങ്കിൽ നമ്മൾ ഡയമണ്ട് കുറച്ച് ഒഴിക്കാം. നമ്മൾ ഇച്ചിരി കുറച്ച് വെളുത്തുള്ളി നിന്നിട്ട് ശകല ഇഞ്ചി കാച്ചു കുറച്ച് നമ്മൾ ചിക്കനിപ്പം കുറച്ചേ ഉള്ളൂ. സോസ് പാൻ വെച്ച് ഡാൽഡയാണ് ഒഴിക്കുന്നത്. നെയ്യല്ല, വെളിച്ചെണ്ണയല്ല, ഡാൽഡയാണ് ഒഴിക്കുന്നത്. അതിൽ ചൂട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനകത്ത് അത് ചൂടായപ്പോൾ നമ്മൾ ചാച്ചു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ടു. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേണ്ട ഉള്ളി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്, അല്ലാതെ പൂളി വെച്ചതല്ല. ഇത് പിന്നെ ക്യാപ്സിക്കൻ അരിഞ്ഞതും പിന്നെ തക്കാളി തന്നെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചത്. ഇത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇടാം. നല്ലൊന്ന് വാടത്ത് എല്ലാം കൊടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 1/2 സ്പൂൺ ഉപ്പിടുക. ഉള്ളി ഒന്ന് വാടി കിട്ടും. എന്നിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി എല്ലാത്തിനും ഇടുന്നു. അത് മഞ്ഞപ്പൊടി ഇട്ട് ഇതിനകത്ത് വിഷമിച്ചൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. മഞ്ഞപ്പൊടി ഉപ്പൂടി ഇടുമ്പോൾ ഉള്ളി നല്ലൊന്ന് വാടി റെഡിയാക്കി. തക്കാളിയും അതെല്ലാം കൂടെ ഒന്ന് വാടി നല്ലൊന്ന് റെഡിയാക്കാം. ഡാൽഡയ്ക്കകത്തുണ്ടാകും നല്ല മണവും നല്ല രുചിയായിരിക്കും. ഡാൽഡയ്ക്കകത്തുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ്. ചൂടോടെ കഴിക്കണം. ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ട് ചൂടോടെ ഒന്ന് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് ആ മുളക് ക്യാപ്സിക്കൻ വാടിക്കിട്ടത്, ബാക്കിയെല്ലാം നല്ലപോലെ ഒന്ന് വാടി. ക്യാപ്സിക്കൻ വാടിയില്ലെങ്കിൽ വെച്ചാവേ നല്ലൊന്ന് വെന്ത് ഉഷാറാകും. ഉള്ളിയൊക്കെ നല്ല മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ ഏത് ഉള്ളിയും നല്ലപോലെ വെന്ത് റെഡിയാക്കി നല്ല ടേസ്റ്റോടെ.
ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും എല്ലാം പറ്റുന്ന ഒരു സാധനമാണ് ചില്ലി ചിക്കൻ. നമ്മൾ മുറിച്ചിടും മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു എന്താ സ്മെല്ല്. ഇങ്ങനെ അരിഞ്ഞ് വാടിയാൽ ചില്ലി ചിക്കൻ ടേസ്റ്റ് വെക്കും. മുളകിന് എല്ലാം നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. നല്ല കാശ്മീരി ചില്ലി ഒരു 1.5 സ്പൂണ്. അവിടെ എരി ശകലമായിരിക്കട്ടെ. ഇനി ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. ചില്ലി ചിക്കൻ്റെ അര സ്പൂണ് മസാല പൊടിച്ചതെല്ലാം കൂടെ പോകുന്നില്ല. ചിക്കൻ മസാല ഒരു 1/2 സ്പൂൺ കൊടുക്കും. 1/4 സ്പൂണ് ഉലുവപ്പൊടി. ഉലുവപ്പൊടിയൊക്കെ ഇട്ട് അടിപൊളി മണമാണ്. എന്തെങ്കിലും ഉലുവപ്പൊടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ മണമാണ്. അതിൻ്റെ ഗ്രേവിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇടാം. എല്ലാം ഒന്ന് റെഡിയായി കിട്ടും. വേണ്ട ചില്ലി ചിക്കൻ്റെ പീസെല്ലാം റെഡിയായി കിട്ടും. അടിപൊളിയായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അത് മെയിനായിട്ടുള്ളത് നമ്മൾ ശകലം കോൺ പൗഡർ കലക്കി വെച്ചേക്ക് വരും. അത് നല്ലൊന്ന് ലൂസാക്കുക. അത് നമുക്ക് ഇതിനകത്തോട്ട് നോക്കി കൊടുക്കും. തക്കാളി സോസ് ഒഴിക്കണം. ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് അതങ്ങോട്ട് ഒഴിക്കും. ചില്ലി സോസ് നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ഇട്ടില്ല, അതുകൊണ്ട് ചില്ലി സോസ് കുറച്ച് ഒഴിക്കും. സോയാ സോസ് അത് കുറച്ച് ഒഴിക്കും. ഏകദേശം ചില്ലി ചിക്കൻ്റെ ഏകദേശമായിട്ട് ഒരു മധുരവും ഒരു ശകല എരിവും ചില്ലി ചിക്കൻ ഇങ്ങനെ ഈ ഗ്രേവിയോട് ഇരിക്കണം. എന്നാല് ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ തിന്നാൻ പോലും പറ്റത്തുള്ളൂ. അടിപൊളി. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പുഴിയ മുട്ട എടുത്തിട്ട് നമ്മൾ ചില്ലി ചിക്കൻ റെഡിയാക്കി അടിപൊളിയായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വിഭവമായിട്ട് വരുന്നവർ ടാറ്റാ, ബൈ ബൈ.